Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. പഠന മികവും കരവിരുതും ഒത്തുചേർന്നപ്പോൾ കിടങ്ങൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഇലൂമിന 2025 എക്സിബിഷൻ ശ്രദ്ധേയമായി. വിദ്യാലയത്തിലെ ഹൈസ്കൂൾ തലം വരെയുള്ള കുട്ടികളാണ് പ്രദർശനം ഒരുക്കിയത്. പഠനത്തിലെന്ന പോലെ പാഠ്യേതര വിഷയങ്ങളിലും മികവ് തെളിയിച്ചവരാണ് അങ്കമാലി കിടങ്ങൂർ സെന്റ് ജോസഫ് സ്കൂളിലെ വിദ്യാർത്ഥികൾ. ആധുനിക ശാസ്ത്രവും പരമ്പരാഗത രീതികളും ഒത്തുചേർന്ന പ്രദർശനമായി മാറി ഇലൂമിന 2025. തുറവൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സീന ജിജോ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ മാനേജർ സിസ്റ്റർ എമിൽ ജോസ് അധ്യക്ഷയായിരുന്നു. ഉണ്ണിമിശിഹ പള്ളി വികാരി ഫാദർ വർഗീസ് ചെരപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ സാലി വിൽസൺ, PTA പ്രസിഡന്റ് ലാലു ചെറിയാൻ, സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ലളിത ട്രീസ, പ്രിൻസിപ്പൽ സിസ്റ്റർ ജിസ തെരേസ്, സിസ്റ്റർ ഗ്രേസ് ബെൽ എന്നിവർ പ്രസംഗിച്ചു. ഓരോ ക്ലാസ് മുറികളിലും വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട പ്രദർശനമാണ് കുട്ടികൾ ഒരുക്കിയത്. സയൻസും അത്യാധുനിക സാങ്കേതിക വിദ്യകളും പരിസ്ഥിതി വിഷയങ്ങളുമെല്ലാം പ്രദർശനത്തിൽ പ്രമേയമായിരുന്നു. കൃഷി, ഊർജ ഉൽപാദനം, രസതന്ത്ര പരീക്ഷണങ്ങൾ, ജീവശാസ്ത്ര പഠനം, ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പ്രവർത്തനം എന്നിവയെക്കുറിച്ചെല്ലാം വിദ്യാർത്ഥികൾ കാഴ്ചക്കാർക്ക് അറിവ് പകർന്നു. ചരിത്രവും കണക്കുമെല്ലാം നിറങ്ങളിലൂടെ പകർന്നു നൽകുന്ന ആർട്ട് വർക്കുകൾ, കരവിരുതിലൂടെ സൃഷ്ടിച്ച അലങ്കാര വസ്തുക്കൾ, കൈകൾ കൊണ്ട് തുന്നിയെടുത്ത വസ്ത്രങ്ങൾ തുടങ്ങിയവയും കാഴ്ചക്കാരിൽ വിസ്മയമുണർത്തി. പുതുപുത്തൻ സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുത്ത ഗെയിം സോണും കൗതുകമുണർത്തി. കുട്ടികൾ സ്വന്തം വീടുകളിൽ പാചകം ചെയ്തു കൊണ്ടുവന്ന ഭക്ഷ്യവിഭവങ്ങളുടെ പ്രദർശനവും ശ്രദ്ധേയമായിരുന്നു. സമീപ പ്രദേശങ്ങളിലെ മറ്റു വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികളും ഇലൂമിന 2025 വീക്ഷിക്കാൻ എത്തിയിരുന്നു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.